എന്തുമാത്രം ദുരന്തത്തിന്റെ ഒരു തീവ്രതയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പ്രദേശത്ത്. നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിനപ്പുറത്തേക്ക് ആളുകളെ സംബന്ധിച്ചിടത്തോളം മുന്നൊരുക്കങ്ങളോ മുൻകരുതലുകളോ എടുക്കാനുള്ള അവസരം പോലും ലഭിക്കാത്ത സ്വഭാവത്തിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒട്ടും അപ്രതീക്ഷിതമായിട്ടാണ് വെള്ളം കയറി വരുന്നത്. രാത്രി കിടന്നുറങ്ങുമ്പോൾ അവർ വളരെ സേഫാണ്. പക്ഷെ രാത്രി 12 മണിക്ക് ശേഷം 1 മണിക്കെല്ലാം ആളുകൾ അകത്ത് വെള്ളം കയറിയതിന് ശേഷമാണ് ആളുകൾ ഉണരുന്നത്. വളരെ പെട്ടെന്നാണ് ആളുകൾക്ക് ചിലർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതലും എടുക്കാൻ കഴിയാതെ വളരെ പെട്ടെന്ന് വെള്ളം വന്ന സാഹചര്യത്തിൽ അവരവരുടെ ജീവൻ എടുത്ത് ഓടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അടിസ്ഥാനപരമായ ഒരുപാട് വീട്ടുപകരണങ്ങൾ അതുപോലുള്ള സംവിധാനങ്ങൾ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. രണ്ടാമത് ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികളുടെ കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 700ഓളം വീടുകൾ ഏതാണ്ട് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. വ്യാപാരികൾ ഏതാണ്ട് 300-ലധികം ചെറുതും വലുതുമായ വ്യാപാരികൾ ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നു പറഞ്ഞാൽ വ്യാപാരികൾ കടയടച്ചു പോയവരാണ്. രാത്രി അവർക്കൊന്നും ചെയ്യാനില്ല. രാത്രി 1:30-ക്ക് വെള്ളം അകത്ത് കയറി കട മൊത്തം വെള്ളത്തിലായി. ടോട്ടൽ നഷ്ടം എന്ന് പറയാലോ. തീർച്ചയായിട്ടും അവരെ എങ്ങനെ വീണ്ടെടുക്കും എന്നുള്ളത് ഇവരുടെ മുമ്പിലൊരു പ്രശ്നമാണ്. നഗരസഭയുടെ നേതൃത്വത്തിലുള്ള വർക്ക് വളരെ കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ട്. സന്നദ്ധ സംഘടനകൾ അവരുടെ വർക്ക് വളരെ ഭംഗിയായി നടത്തുന്നുണ്ട്. എല്ലാ വിഭാഗം ആളുകൾ. വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദുരിതത്തെ മറികടക്കുന്നിടത്ത് ഇവിടുത്തെ യുവാക്കൾ വളരെ ആക്റ്റീവായിട്ട് രംഗത്തുണ്ട്. വ്യത്യസ്ത സംഘടനകളുണ്ട്. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അതിനെ ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം ഇനി നമ്മുടെ ഗവൺമെന്റിന്റെയും ഒക്കെ അടിയന്തരമായ ശ്രദ്ധയിലും പരിഗണനയിലും വരേണ്ടത് വീടുകൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയിലൂടെ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം കടകളെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് സന്നദ്ധ സംഘടനകളുടെ ഈ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നല്ല. സർക്കാരും അതുപോലെ തന്നെ ജനങ്ങളും എല്ലാം കൈകോർത്ത് അവരെ കൂടി ഇതിൽ വീണ്ടെടുക്കാനുള്ള ശ്രമം നടക്കണം. എന്നാൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വേറെ വഴികൾ അവരുടെ മുമ്പിൽ ഇല്ല എന്നതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കൗൺസിലർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പ്രത്യേക പാക്കേജ് സർക്കാർ അനുവദിക്കണം എന്നൊക്കെ അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടിവരും. അതെ, അതിൽ ഗവൺമെന്റിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെയുള്ള ആളുകളെ കേൾക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ വ്യാപാരികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലവിലുള്ള ഓപ്ഷൻസ് അവരെ സഹായിക്കുന്നതിന് ആവശ്യമായ വകുപ്പുകളില്ല എങ്കിൽ അതിലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി ഫ്ലഡ് ഇതുപോലെയുള്ള ഡിസാസ്റ്റർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ജനസാന്ദ്രതയുള്ള പ്രദേശമാണ്. ഏത് ഡിസാസ്റ്റർ ഉണ്ടായെങ്കിലും അവിടെ തിങ്ങി താമസിക്കുന്ന ജനങ്ങളോടൊപ്പം വ്യാപാരികൾ കൂടി അതിൻ്റെ ഇരകളാണ്. അതുകൊണ്ട് നിലവിൽ ഇത്തരം ഡിസാസ്റ്റർ ഉണ്ടാകുന്ന ഘട്ടത്തിൽ വ്യാപാരികൾക്ക് സഹായം നൽകുന്നതിനുള്ള സ്കോപ്പ് ഇല്ല എങ്കിൽ ഞാൻ പറയുക ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അതിനാവശ്യമായ നിയമനിർമ്മാണവും ഗവൺമെന്റ് ഓർഡറും വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റുള്ളവരുടെ കൂട്ടായ്മയിൽ മാത്രം പരിഹരിക്കാവുന്നതല്ല വ്യാപാരികളുടെ പ്രശ്നം. അതും വളരെ പ്രധാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും മുനിസിപ്പൽ ചെയർമാൻ കൂടെ നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പം അമീർ പറഞ്ഞ പോലെ ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തേണ്ടതല്ലേ? ഇത്തരത്തിൽ ഇനിയിപ്പം ഒരുപാട് നഷ്ടം വ്യാപാരികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും മുന്നോട്ട്? ഈ പ്രയാസമുണ്ടായ ഒരു സാഹചര്യത്തിൽ തൊട്ടുപറ്റിയ ദിവസം തന്നെ കോട്ടയം ജില്ലയുടെ ചാർജുള്ള മന്ത്രി മോൻസ് ജോസഫ്, കോട്ടയം ജില്ലാ കളക്ടർ അടക്കം MP MLA അടക്കമുള്ള വകുപ്പ് തല ഉദ്യോഗസ്ഥരെല്ലാം വളരെ പെട്ടെന്ന് എന്ന് വെച്ചാൽ സംഭവമുണ്ടായ രാത്രിയുടെ പിറ്റേ ദിവസം പകൽ നഗരസഭയിൽ വന്നു ചേർന്ന് അടിയന്തര മീറ്റിംഗ് ചേരുകയും ഇതുമായി ബന്ധപ്പെട്ട പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. അതിനുശേഷം സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ വിവിധ തലത്തിലുള്ള മന്ത്രിമാർ ഫോണിലൂടെ ബന്ധപ്പെട്ടു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി അത് ഇടപെട്ട് പരിഹരിക്കാമെന്ന് നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ എന്നോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പോലെയുള്ള ഗൗരവം കൃത്യമായി അവരോടത് ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്.